ഈസ്റ്റർ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കേവർക്കും ഞാൻ നേരുന്നു. വേദപുസ്തകത്തിൽ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് വളരെ കൃത്യമായി പ്രവചിച്ചിരിക്കുന്നത് 4 പുസ്തകങ്ങളിലാണ്. ഒന്ന് ഇയ്യോബിൻ്റെ പുസ്തകം, ഏലിയ പ്രവാചകൻ്റെ പുസ്തകം, എലീഷ പ്രവാചകൻ്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. ഈ പഴയ നിയമത്തിലെ 4 പുസ്തകങ്ങളിൽ വളരെ കൃത്യമായി ഉയർത്തെഴുന്നേൽപ്പ് എന്താണ് എന്ന് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച 3 സംഭവങ്ങൾ ഏലിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വിധവ സ്ത്രീയുടെ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഏലിയ പ്രവാചകൻ്റെ അത്ഭുതം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എലീഷ പ്രവാചകൻ ഒരാളിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു 3 ഉയർത്തെഴുന്നേൽപ്പുകൾ നിർവഹിക്കുന്നതായിട്ട് കാണുന്നു. ഒന്ന്, ജെയറസിൻ്റെ മകളെ, മരിച്ചുപോയ കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണിക്കുകയാണ്. വിധവ സ്ത്രീയുടെ മകനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഏറ്റവും പ്രസിദ്ധമായ ഉയർത്തെഴുന്നേൽപ്പ് ലാസർ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് തൻ്റെ പുനരുത്ഥാനം പോലെ തന്നെ 3-ാം ദിവസം കർത്താവ് ലാസറെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ വേദപുസ്തകത്തിൽ പല ഉയർത്തെഴുന്നേൽപ്പുകളും കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വളരെ അത്ഭുതകരമായി നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടത്? ഏറ്റവും ആദ്യമായി കണ്ടത് പടയാളികളാണ്. സാധാരണ കല്ലറയിൽ പടയാളികളെ വെക്കാറില്ല. പക്ഷേ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി കർത്താവ് പറഞ്ഞത് മനസ്സിലാക്കിയ കയ്യാഫാസ് പീലാത്തോസിനോട് പറഞ്ഞു, ഇനി അവൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ഇപ്പോൾ വന്നതിനേക്കാളും വലിയ ദ്രോഹമാണ് പിന്നെ സംഭവിക്കാൻ വന്നു. അതുകൊണ്ട് പട്ടാളക്കാരെ വെച്ച് അവിടെ കാവലിടണം എന്ന് പറഞ്ഞു. അങ്ങനെ പീലാത്തോസ് അവിടെ കാവലിട്ടു. ആ കാവലിട്ട പട്ടാളക്കാരാണ് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുന്നത്. അവർ അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. കർത്താവ് ദൈവമാണ് എന്ന് ആദ്യമായി പറയുന്നത് റോമൻ പടയാളിയാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അത്ഭുതകരമായ മരണം കൈവരിക്കുമ്പോൾ അത് കണ്ടു നിന്ന, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കണ്ട റോമൻ ശതാധിപൻ സെഞ്ചൂറിയൻ, 100 പേരുടെ നിയന്ത്രണമുള്ളതാണ്. നമ്മളിപ്പം നമ്മുടെ ഭാഷ പറഞ്ഞാൽ കമ്പനി കമാൻഡർ ലെവലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു എന്ന്. അങ്ങനെ റോമൻ പടയാളിയാണ് ആദ്യമായിട്ട് അത് കുരിശിൻ്റെ ചുവട്ടിലേറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട പടയാളികളും അത് ഏറ്റു പറഞ്ഞു. രണ്ടാമത് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് കയ്യാപ്പാസാണ്. പടയാളികളുടെ കൂടെ കയ്യാപ്പാസിൻ്റെ ചാരന്മാരുണ്ടായിരുന്നു. പടയാളികൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോടി കയ്യാപ്പാസിൻ്റെ അടുത്തെത്തി. കയ്യാപ്പാസിനോട് പറഞ്ഞു, കല്ലറയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ശവം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമെന്ന് ഭയപ്പെട്ട കയ്യാപ്പാസ് സത്യം മനസ്സിലാക്കുന്നു. പടയാളികൾ കാവൽ നിൽക്കുന്ന കല്ലറയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു. കയ്യാപ്പാസിൻ്റെ അപകടം കയ്യാപ്പാസിന് മനസ്സിലായി. പിന്നീട് ഒരു 36 വർഷം കഴിഞ്ഞപ്പോൾ AD 71 ടൈറ്റസ് തിബേരിയസ് ജെറുസലേം പിടിച്ചിറക്കി. യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തു. അവസാനം 62 പേരെ കാൽവരിയിലിട്ട വഴിയിൽ കുരിശ് തൂക്കി. അതിലൊരാൾ കയ്യാപ്പാസ് ആയിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. താൻ ആരെ കുരിശ് തൂക്കിയോ ആ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ തന്നെ കയ്യാപ്പാസും കുരിശിൽ ഏറ്റപ്പെട്ടു എന്ന ചരിത്രത്തിലെ വലിയ സംഭവമാണ്. മൂന്നാമതായി കർത്താവ് ഉയർത്തെഴുന്നേറ്റ വിവരം അറിയുന്നത് പൊന്തിയോസ് പീലാത്തോസാണ്. പൊന്തിയോസ് പീലാത്തോസ് പല സിനിമകളിലുമൊക്കെ താടി നരച്ച ഒരു സീനിയർ ആളായിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ റോമൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ഒരു 25 വയസ്സായപ്പോൾ റോമൻ സിവിൽ സർവീസിൽ പ്രവേശിച്ചു. കർത്താവിനെ കുരിശിലേറ്റുമ്പോൾ അദ്ദേഹത്തിന് കഷ്ടിച്ച് 32-33 വയസ്സേ പ്രായമുള്ളൂ. അതായത് കർത്താവും പീലാത്തോസ് ഏകദേശം ഒരേ പ്രായക്കാരായിരുന്നു. പീലാത്തോസ് കർത്താവിനെ വിസ്തരിക്കുമ്പോൾ കർത്താവ് നിരപരാധിയാണ് അദ്ദേഹത്തിന് മനസ്സിലായി. പീലാത്തോസ് യേശുവിനോട് ചോദ്യം ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാകുന്നുവോ? റോമാ സാമ്രാജ്യത്തിൽ മറ്റാരെങ്കിലും രാജാവായി പ്രഖ്യാപിച്ചാൽ അയാളെ കുരിശിലേറ്റാൻ പീലാത്തോസിന് അവകാശമുണ്ട്. യേശു മറുപടി പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ ഇഹലോകത്തിലൊരു രാജ്യം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ രാജ്യം ആത്മാവിൽ വസിക്കുന്ന ഒന്നാണ്.
പിന്നെ റോമൻ ലോ യേശുവിനെ ബാധിക്കുകയില്ല. പീലാത്തോസ് യേശുവിനെ രക്ഷപ്പെടുത്താൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ആദ്യം ചാട്ടാവാർ അടിച്ചങ്ങ് അത് കാണുമ്പോൾ ഇവർ വിടുമോയെന്ന് വിചാരിച്ചു, എക്കെ ഹോമം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ രക്ഷയില്ല. പിന്നീട് പീലാത്തോസ് കൈ കഴുകിയാലൊന്നും പോകുന്ന പാവമല്ല അത്. കൈ കഴുകി കയ്യാപ്പാസിൻ്റെ പ്രേരണയിൽ കാവൽക്കാരെ വെച്ചു. പക്ഷെ റോമൻ പടയാളികളെ മറികടന്നിട്ട് കർത്താവ് ഉയർത്തുന്നതിൻ്റെ വിവരം പൊന്തിയോസ് പിലാത്തോസിന് മനസ്സിലായി. പൊന്തിയോസ് പിലാത്തോസ് അതിൽ അത്ഭുതം കൊണ്ടു. പറഞ്ഞതുപോലെ എന്താണ് പൊന്തിയോസ് പിലാത്തോസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ 3-4 വേർഷൻസ് ഉണ്ട്. പക്ഷേ പിലാത്തോസിനെതിരെ ഓൾറെഡി 2 കംപ്ലയിൻറ്റ് പോയിരുന്നു. മൂന്നാമതും ജനത കംപ്ലയിൻ്റ് ചെയ്താൽ പിലാത്തോസിൻ്റെ കസേര തെറിക്കും. അപ്പോൾ യേശുവിനെ വിട്ടയച്ചാൽ നീ കൈസറുടെ ബന്ധുവല്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതിലാണ് പിലാത്തോസ് വീണുപോയത്. പക്ഷേ AD-36 കയ്യാപ്പാസ് കൂട്ടരും വീണ്ടും പിലാത്തോസിൻ്റെ കംപ്ലയിൻ്റ് കൊടുത്തു. പിലാത്തോസിൻ്റെ കസേര തെറിച്ചു. പിലാത്തോസ് അത് കഴിഞ്ഞ് ക്രിസ്തുമതം സ്വീകരിക്കുകയും എത്യോപ്യയിൽ വന്നിട്ട് അവിടെ ജീവിക്കുകയും ചെയ്തു. എത്യോപ്യയിലെ 10 വിശുദ്ധ പിതാക്കന്മാരുടെ ലിസ്റ്റ് പറയുമ്പോൾ 5-ാമത്തെ ആൾ പിലാത്തോസും 6-ാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ലോഡിയ പ്രൊക്കുളയുമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് പിലാത്തോസിലുണ്ടാക്കിയ വ്യത്യാസം നമ്മുടെ ചിന്തയ്ക്കപ്പുറത്തായ ഒരു മാറ്റമായിരുന്നു. 4-ാമതായി കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കണ്ടത് മഗ്ദലന മറിയമാണ്. പലരും പറയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം മാതാവിനെ കാണണ്ടായിരുന്നു, അല്ലെങ്കിൽ യോഹന്നാൻസിലെയെ കാണണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് അവകാശം കൊടുത്തത്? അത് വേദശാസ്ത്ര പണ്ഡിതന്മാർ അത്ഭുതത്തോട് കാണുന്ന ഒരു കാഴ്ചയാണ്. മഗ്ദലന മറിയം ആ യേശുവിൻ്റെ കല്ലറയിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ വേണ്ടി 3-ാം ദിവസം രാവിലെ പോയി. എവിടെ കൂടെ പോകുന്നത്? യഹൂദന്മാരുടെ മധ്യേ. യഹൂദന്മാർ ആക്രമിക്കുമെന്ന് ഭയപ്പെട്ട് ബാക്കി ശിഷ്യന്മാരും മാതാവും പോയി ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ആ യഹൂദന്മാർ നടുക്കൂടെ ഇറങ്ങി നടക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന ഏക സ്ത്രീ, പുരുഷന്മാർക്ക് ധൈര്യമില്ലാത്ത സമയത്ത് മഗ്ദലന മറിയമായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടത്? മഗ്ദലന മറിയം താമസിച്ച സ്ഥലത്ത് 2.5 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്തേക്ക്. എപ്പോഴാണ് പോകുന്നത്? വെളുപ്പിന് ഒരു 4:30 മണിയായപ്പോൾ. വെളുപ്പിന് 4:30 മണിയായപ്പോൾ പോയെങ്കിലേ 6 മണിയാകുമ്പോൾ അവിടെ ചെല്ലുകയുള്ളൂ. കുറ്റാക്കുറ്റി ഇരുട്ടത്ത് സുന്ദരിയായ ഒരു സ്ത്രീ ശത്രുക്കളായ യഹൂദന്മാരുടെ നടുക്കൂടെ ധൈര്യപ്പെട്ട് പോയി യേശുവിൻ്റെ കല്ലറ കാണാൻ വേണ്ടി. ആ സാധാരണമായ ധീരതയ്ക്കും ത്യാഗത്തിനുമാണ് കർത്താവ് ആ സ്ത്രീക്ക് അംഗീകാരം കൊടുത്തത്. അവൾ സുഗന്ധദ്രവ്യക്കൽ നിൽക്കുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായി അവൾ കണ്ടു. അവൾ ചെന്ന് അവിടുത്തെ ഭൃത്യന്മാരോട് ചോദിച്ചു, ആരാണ് കർത്താവിനെ എടുത്തുകൊണ്ട് പോയത്? ആരാണ് ഈ കല്ലുരുട്ടി മാറ്റിയത് എന്ന്. അപ്പോൾ അത് ഗാണറാണെന്ന് വിചാരിച്ചിട്ടാണ് മഗ്ദലന മറിയം ചോദിച്ചത്. പക്ഷേ പോയി ചോദിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനോടായിരുന്നു. യേശുക്രിസ്തു അല്പം ചിരിച്ചിട്ട് പറഞ്ഞു, മറിയം എന്ന് വിളിച്ചു. ശബ്ദം കേട്ട ഉടനെ മഗ്ദലന മറിയത്തിന് മനസ്സിലായി യേശുക്രിസ്തു ആണെന്ന്. അവൾ വിളിച്ചു പറഞ്ഞു, റബോനി. റബോനി എന്ന് പറഞ്ഞാൽ ഗുരു, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റഡ് ടീച്ചർ എന്നൊക്കെ, പ്രൊഫസർ എന്നൊക്കെ അർത്ഥത്തിലാണ് റബോനി എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് യേശുവിനെ കണ്ടിട്ട് മനസ്സിലാകാത്തത്? വേദശാസ്ത്ര പണ്ഡിതന്മാർ 2 വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഒന്ന്, നേരം പരവരാ വെളുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 25 അടി അപ്പുറത്ത് നിൽക്കുന്ന ആൾ മുഖം ശരി കാണാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് യേശുവിനെ മനസ്സിലായില്ല. 2-ാമത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത് കണ്ണീരുകൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണീരിനിടയ്ക്കൂടെ ആ ദൂരെ നിൽക്കുന്ന ആൾ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് മഗ്ദലന മറിയം തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ആരാണ് ഗുരുവിനെ എടുത്തുകൊണ്ട് പോയത്, ആരാണ് ഈ കല്ലുരുട്ടി മാറ്റിയത് എന്ന് ചോദിക്കുന്നത്. റബോനി എന്ന് വിളിച്ച് മറിയം എന്ന ആ സംബോധനയിൽ ആ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. പലരും കണ്ടാൽ മനസ്സിലാവാത്തത് കേട്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. മറിയം അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്, നീ പോയി ശിഷ്യന്മാരെയൊക്കെ വിവരം അറിയിക്കാൻ പറയുന്നു. അങ്ങനെ മഗ്ദലന മറിയം വന്ന് യേശുവിനെ കെട്ടിപ്പിടിച്ചു. ഈ സമയത്ത്
മലയാളത്തിലെ വേദപുസ്തകത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത് നീ എന്നെ തുടരുത് എന്ന് കർത്താവ് പറഞ്ഞു എന്നാണ് മാണിക്കോത്ത് കത്തനാർ മലയാള ഭാഷയിൽ തർജ്ജമയിരിക്കുന്നത്. ഇത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് മലയാളത്തിലോട്ട് വന്നപ്പോൾ പറ്റിയൊരു തെറ്റാണ്. മിയ തു MEAPTOU എന്ന് ഉള്ള വാക്കിൻ്റെ ആദ്യ അക്ഷരം എമ്മിയോട് ചേർക്കുമ്പോൾ മിയാത്തു എന്നാവും. അപ്പോൾ അർത്ഥം അങ്ങ് മാറി. അപ്പോൾ മേ അപ്തു എന്ന് പറഞ്ഞാൽ നീ എന്നെ തുടരുത്. പക്ഷേ ഇപ്പുറത്ത് ചേർന്ന് കഴിഞ്ഞാൽ മിയാത്തു എന്നാണെങ്കിൽ ഡോണ്ട് ഹോൾഡ് മീ ലൈക്ക് ദിസ്, നീ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കരുതേ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു രണ്ട് വാക്കുകൾ ഒരക്ഷരം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ മലയാള ഭാഷയിൽ നീ എന്നെ തുടരുത് എന്നായി. എന്തുകൊണ്ടാണ് കർത്താവ് മക്തനെ തുടരുതെന്ന് പറഞ്ഞതെന്ന് വളരെ വലിയ വിശ്വാസികൾക്ക് പോലും വലിയ തർക്കമാണ്. ആ തർക്കം ഉണ്ടായത് മാണിക്കോത്ത് കത്തനാരുടെ ഒരു ട്രാൻസ്ലേഷനെ പറ്റിയ കുഴപ്പമാണ്. കർത്താവ് പറഞ്ഞത് നീ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാതെ, എൻ്റെ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നു, നീ പോയി ശിഷ്യന്മാരോട് ഈ സന്തോഷവാർത്ത അറിയിക്കാൻ പറഞ്ഞു. മക്തൻ മറിയ അവിടെ നിന്ന് ഓടി. അപ്പോൾ മക്തൻ മറിയ അവിടെ ചെല്ലുമ്പോൾ കല്ലുരുട്ടി മാറ്റിയ ശേഷമാണ് കർത്താവ് അവിടെ നിൽക്കുന്നത്. റോമൻ പടയാളികൾ ഉയർത്തുന്നതിനെ കണ്ടപ്പോഴേ ഓടി. ഉയർത്തുന്നതിനെ അവർ കാണണമെങ്കിൽ കല്ല് ഓൾറെഡി ഉരുട്ടി മാറ്റിയെങ്കിലേ അവർക്ക് റോമൻ പടയാളികൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മാലാഖമാർ കല്ലുരുട്ടി മാറ്റിയതുകൊണ്ടാണ് കർത്താവ് പുറത്തു വന്നത്. പുറത്തു വന്ന കർത്താവിനെ കണ്ടിട്ടാണ് റോമൻ പടയാളികൾ ഓടിയത്. കല്ലുരുട്ടി മാറ്റിയ ശേഷം കർത്താവ് പുറത്തു വന്നുകൊണ്ടാണ് മക്തനമർത്തിന് കാണാൻ പറ്റിയത്. ഇത് ഉയർത്തെഴുന്നേൽപ്പിൽ നാലാമത്തെ സാക്ഷിയാണ് മഗ്ദലന മറിയം. മഗ്ദലന ഓടി 2.5 കിലോമീറ്റർ ഓടി തിരിച്ചു ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു. ശിഷ്യന്മാരിറങ്ങി ഓടി വന്നപ്പോൾ 2 പേരാണ് ആദ്യം എത്തിയത്. ഒന്ന് പത്രോസ് സ്ലീഹായും ഒന്ന് യോഹന്നാൻ സ്ലീഹായുമാണ്. പക്ഷേ ആദ്യം എത്തിയത് യോഹന്നാൻ സ്ലീഹായാണ്. അതിനൊരു കാരണമുണ്ട്. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ 2 പേര് കർത്താവിനേക്കാൾ പ്രായക്കൂടുതലാണ്. കർത്താവിനേക്കാൾ 8 വയസ്സ് മൂത്തതാണ് അന്ത്രയോസ് എന്ന് പറയുന്ന ശിഷ്യൻ. കർത്താവിനേക്കാൾ 6 വയസ്സ് മൂത്തതാണ് പത്രോസ് സ്ലീഹ. പക്ഷേ യോഹന്നാൻ സ്ലീഹ കർത്താവിനേക്കാൾ 12 വയസ്സ് എളുപ്പമാണ്. 30-ാമത്തെ വയസ്സിൽ പരസ്യവും തുടങ്ങുമ്പോൾ യോഹന്നാൻ സ്ലീഹയ്ക്ക് 18 വയസ്സേ ഉള്ളൂ. 33-ാമത്തെ വയസ്സിൽ കർത്താവ് കുരിശിലേറുമ്പോൾ യോഹന്നാൻ സ്ലീഹയ്ക്ക് 21 വയസ്സേ ഉള്ളൂ. യങ്ങസ്റ്റ് അമംഗ് ദ ഓൾ. പക്ഷേ ആ യോഹന്നാൻ സ്ലീഹയ്ക്ക് കർത്താവ് ഒരു അവകാശം കൊടുത്തിരുന്നു. കുരിശിൽ വെച്ചിട്ട് കർത്താവ് മാതാവിനോട് പറഞ്ഞു, അമ്മേ ഇതാ നിൻ്റെ മോൻ. അന്ന് വരെ തന്നെ പ്രസവിച്ച മക്കൾ മാത്രമേ മക്കളാവുമെന്ന് വിശ്വസിച്ചിരുന്ന തലമുറയിൽ താൻ പ്രസവിക്കാത്ത ഒരാളിനെ മകനായി കൊടുക്കുകയാണ്. തിരിച്ച് യോഹന്നാൻ സ്ലീഹയോട് പറഞ്ഞു, മോനെ ഇതാ നിൻ്റെ അമ്മ. കാരണം കർത്താവിന് അറിയാമായിരുന്നു പിന്നെ മാതാവ് 21 വർഷം ഭൂമി ജീവിച്ചിരിക്കും. AD 54 മാതാവ് മരിക്കുന്നത്. അത്രയും കാലം തൻ്റെ അമ്മയെ നോക്കാനുള്ള ജോലി യോഹന്നാൻ സ്ലീഹയെ ഏൽപ്പിക്കുന്നത്. അടുത്ത 21 വർഷം യോഹന്നാൻ സ്ലീഹ മാതാവിനെ സംരക്ഷിക്കുകയും AD 54 മാതാവ് മരിക്കുന്നവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. അതിന് കർത്താവ് ഒരു പ്രതിഫലം കൊടുത്തു യോഹന്നാൻ സ്ലീഹയ്ക്ക്. 12 ശിഷ്യന്മാരിൽ 10 പേരും യഹൂദന്മാർ കൊന്നു. യൂദാസ്കറിയത്തെ ആത്മഹത്യ ചെയ്തു. ഒറ്റ ശിഷ്യന് മാത്രമേ കർത്താവ് രക്തസാക്ഷ്യത്തിൽ നിന്ന് മോചനം കൊടുത്തുള്ളൂ. AD 100 യോഹന്നാൻ സ്ലീഹ മരിക്കുന്നത് വരെ യോഹന്നാൻ സ്ലീഹയെ ആരും വധിക്കുകയോ ഒന്നും ചെയ്തില്ല. അറസ്റ്റ് ചെയ്തപ്പോഴും ഹൗസ് അറസ്റ്റിലേ ഇട്ടുള്ളൂ, സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടില്ല. അങ്ങനെ വധശിക്ഷയിൽ നിന്ന് യഹൂദന്മാരുടെ കയ്യിൽ കൊല്ലപ്പെടാതെ ഒറ്റ ശിഷ്യനെ മാത്രമേ കർത്താവ് രക്ഷിച്ചുള്ളൂ. അത് യോഹന്നാൻ സ്ലീഹയാണ്. കാരണം തൻ്റെ അമ്മയെ രക്ഷിച്ച ശിഷ്യനാണ്. യോഹന്നാൻ സ്ലീഹയ്ക്ക് അവകാശം കൊടുത്തു. പത്രോസ് സ്ലീഹ പുറകെ ഓടി. അങ്ങാർക്ക് കർത്താവിനേക്കാൾ 6 വയസ്സ് കൂടുതൽ, 39 വയസ്സുണ്ടാകും മനുഷ്യന്. അദ്ദേഹം ഓടി പുറകെ വന്നു. പക്ഷെ പിന്നെയാണ് കളി മനസ്സിലാക്കേണ്ടത്. ആദ്യം വന്ന് യോഹന്നാൻ സ്ലീഹ കല്ലറക്കകത്ത് കയറാൻ ധൈര്യപ്പെട്ടില്ല. മരിച്ച ആൾ ഉയർത്തെഴുന്നേൽക്കല്ലേ. അവിടെ ഭൂതപ്രേത പിശാചുക്കളെ കൊണ്ട് എന്ത് ചെയ്യും? യോഹന്നാൻ സ്ലീഹ അറച്ച് നിന്നു. പത്രോസ് സ്ലീഹയ്ക്ക് മുമ്പും നോട്ടമൊന്നുമില്ല. വെള്ളത്തിൻ്റെ മുകളിൽ കർത്താവ് നടക്കുമ്പം ധൈര്യമായിട്ടെടുത്ത് വെള്ളത്തിൽ കൂടെ നടന്നു. വേറെ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നോ? ഇല്ല. പത്രോസ് സ്ലീഹയ്ക്ക് വന്നൊരു ധൈര്യമുണ്ടോ? അവനോടുകൂടി നമുക്ക് മുമ്പ് മരിക്കാമെന്ന് ധൈര്യമായിട്ട് പറയാൻ പത്രോസ് സ്ലീഹയ്ക്കല്ലേ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഏതെങ്കിലും ശിഷ്യ ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മുമ്പും നോക്കാത്ത സ്വഭാവം ആയതുകൊണ്ട്
എന്ത് വന്നാലും ശരി പത്രോസിലേക്ക് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കല്ലറ ശൂന്യമായി കിടക്കുന്നു. ആ കർത്താവിനെ മറച്ചിരുന്ന തുണി ഇങ്ങനെ മടക്കായിട്ട് അവിടെ കിടക്കുന്നു. അവനോട് തിരിച്ച് പുറത്തിറങ്ങിയപ്പം കർത്താവിനെ കണ്ടു. അപ്പോൾ അഞ്ചാമതായിട്ട് കാണേണ്ടിയിരുന്ന ആൾ യോഹന്നാൻ സ്ലീഹയാണ്. ചെറുപ്പമായിട്ട് പോലും ആ മനുഷ്യൻ ധൈര്യപ്പെട്ടില്ല. കർത്താവ് ഉയർത്തുന്നതിനൊക്കെ ചെറിയൊരു സംശയം ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ കയറാഞ്ഞ്. അപ്പോൾ അഞ്ചാമതായിട്ട് കർത്താവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് പത്രോസിലേക്കാണ്. ആറാമത് ആദ്യം വന്ന ആളാണെങ്കിലും പത്രോസിലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്ലീഹയ്ക്ക് ആശ്വാസമായി. യോഹന്നാൻ സ്ലീഹയും കർത്താവിനെ കാണുകയാണ്. അങ്ങനെ അഞ്ചാമത് പത്രോസ് സ്ലീഹയും ആറാമത് യോഹന്നാൻ സ്ലീഹയും കാണുകയാണ്. ഏഴാമതായി കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് 7 ശിഷ്യന്മാർക്കാണ്. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിന്നെ കർത്താവിനെ കാണുന്നില്ല. ഇനി എന്താ, ജീവിക്കാനൊരു വഴിയില്ല. ഉള്ള തൊഴിലെല്ലാം കളഞ്ഞിട്ട് മീൻ പിടുത്തമെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ കർത്താവിനവരെ പോയത്. കർത്താവ് പോയില്ലേ, പിന്നെന്ത് ചെയ്യും, ജീവിക്കണ്ടേ. അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. അവർ തീരത്തേക്ക് വന്നിട്ട് മീൻ വലയൊക്കെ കൊണ്ടുപോയി മീൻ പിടിച്ച് വെളുപ്പാങ്കാലത്താണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത്. 2-2:30 പോകണം. 4-4:30 ആവും കരയ്ക്ക് കയറാൻ. അവർ കരയ്ക്ക് വന്നപ്പം ആരോ ഒരാൾ അവിടെ നിന്ന് മീനൊക്കെ ചുടുന്നു. കർത്താവരെ വിളിച്ചു, എല്ലാവരും വരീ, നല്ല പരിപാടി, അപ്പവും മീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ വന്നിട്ട് നോക്കിയിട്ട് പത്രോസ് സ്ലീഹ പറഞ്ഞു, ഇത് സത്യമായും കർത്താവാണ്. കാരണം ഇത്ര വെളുപ്പാങ്കാലത്ത് അപ്പവും മീനൊക്കെ റെഡിയാക്കി കറിയാക്കി വെക്കാൻ കർത്താവിനെ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ആ അത്ഭുതം കണ്ടിട്ട് പത്രോസ് സ്ലീഹ വിളിച്ച് പറയുന്നു, ഇത് സത്യമായും ദൈവപുത്രനാണ്. അപ്പോൾ ഏഴാമത് പ്രത്യക്ഷപ്പെട്ട് കണ്ടത് 7 ശിഷ്യന്മാർക്കാണ്. 8ാമത് കർത്താവ് വരുന്നു. സഹ്യോൻ മാളിക വരികയാണ്. അവിടെ വെച്ചാണ് തിരുവത്താഴമൊക്കെ ഉണ്ടായത്. ആ മാളികയിൽ ഇവർ പേടിച്ചിരിക്കുകയാണ്, ഈ യഹൂദന്മാർ ഏത് സമയത്ത് ആക്രമിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് രക്ഷിക്കാനും വരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഇവരുടെ ഒടിഞ്ഞ് വരുമെന്ന് ഇവർ വിശ്വസിച്ചു. പക്ഷേ കർത്താവ് അങ്ങ് പോയി, കാണുന്നില്ല. അപ്പോൾ കർത്താവ് തോമാസ് സ്ലീഹ ഒഴിച്ചുള്ള 10 ശിഷ്യന്മാരും മാതാവും കൊണ്ടുള്ള സമയത്തേക്കാണ് വരുന്നത്. അതുവരെ മാതാവിനെ കാണാൻ പറ്റിയിട്ടില്ല. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അതും കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടാണ് കർത്താവ് സഹ്യോൻ മാളിക വരുന്നത്. അപ്പോൾ സ്വന്തം അമ്മയ്ക്ക് കാഴ്ച കൊടുത്തിട്ടില്ല ഇത്രയും ദിവസം. അത് വേദശാസ്ത്ര പണ്ഡിതന്മാരെ അമ്പരപ്പിക്കുന്നൊരു വസ്തുതയാണ്. പക്ഷേ അവരുടെ ഇടയ്ക്ക് വന്ന കർത്താവ് ശിഷ്യന്മാരെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി പോയി കർത്താവിനെ കണ്ടു, മാതാവ് കണ്ടു. അങ്ങനെ 10 ശിഷ്യന്മാർ. യൂദാസ് ഇസ്കറിയോത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. തോമാസ് സ്ലീഹ എവിടെയോ പോയിരിക്കുകയായിരുന്നു. തോമാസ് സ്ലീഹയ്ക്ക് സന്നദ്ധ സംഘവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അത് സംബന്ധിച്ചെന്തോ നെഗോസിയേഷന് പോയിരുന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് 10 ശിഷ്യന്മാരും മാതാവിനെയും കർത്താവ് ഒന്ന് കണ്ടു. അതിന് 8ാമത്തെ ദർശനമെന്ന് പറയുന്നു. 9ാമതായിട്ട് തോമാസ് സ്ലീഹ തിരിച്ചു വന്നപ്പോൾ ഇവർ പറഞ്ഞു കർത്താവ് വന്നിരുന്നു. തോമാസ് സ്ലീഹ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല. അവൻ്റെ മുറിവിൽ ഞാനൊന്ന് കൈയിട്ട് അവൻ്റെ ചങ്കിൽ ഞാനൊന്ന് പിടിച്ചു നോക്കിയാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. ഇത് കർത്താവിന് മനസ്സിലായി. തോമാസ് സ്ലീഹ ഇങ്ങനെ പറഞ്ഞു വന്നു. ഒരു അവിശ്വാസം അയാളുടെ മനസ്സിൽ നിൽക്കുന്നു. അതുകൊണ്ട് 11 ശിഷ്യന്മാരും മാതാവും കൂടി ഇരിക്കുമ്പോൾ കർത്താവ് വന്നു. അതാണ് 9ാമത്തെ ദർശനം എന്ന് പറയുന്നു. 9ാമത്തെ ദർശനം വന്നപ്പോൾ തന്നെ തോമാസ് സ്ലീഹ വിളിച്ചു, തോമാസേ നീ വാ, നീ എൻ്റെ ചങ്കിലൊന്ന് കൈവച്ച് നോക്ക്, എൻ്റെ ആണിപ്പഴുതിലൊന്ന് കൈയിട്ട് നോക്കാൻ പറഞ്ഞു. തോമാസ് സ്ലീഹ വന്നിട്ട് ഈ ആണിപ്പഴുതിൽ ചങ്കിൽ തൊട്ട് നോക്കി ആണിപ്പഴുതിൽ കൈയിട്ടു. മുറിവ് അതുപോലെയുണ്ട്. അപ്പോൾ തോമാസ് സ്ലീഹയ്ക്ക് മനസ്സിലായി, ഇത് ഭൂതമല്ല, നോട്ട് എ ഗോസ്റ്റ്, ബട്ട് എ ലിവിങ് ഹ്യൂമൻ ബീയിങ് ആണ് ഈ നിൽക്കുന്നത് മനസ്സിലായി. അപ്പോൾ തോമാസ് സ്ലീഹ അത്ഭുതത്തോടുകൂടി വിളിച്ച് പറഞ്ഞു, എൻ്റെ കർത്താവും ദൈവമേ എന്ന അർത്ഥത്തിൽ അത്ഭുതത്തോട് വിളിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് തോമാസ് സ്ലീഹ അങ്ങനെ ചെയ്തതും എന്തുകൊണ്ടാണ് പറഞ്ഞതും അത് വേദശാസ്ത്ര പണ്ഡിതന്മാർ വളരെ ഭംഗിയായി വ്യാഖ്യാനിക്കുന്നുണ്ട്. തോമാസ് സ്ലീഹ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനങ്ങളുണ്ട്, കണ്ടാൽ മാത്രം വിശ്വസിക്കൂ,
കേട്ടാലും പറഞ്ഞാലൊന്നും അവർ വിശ്വസിക്കുകയില്ല. നമ്മുടെ വേദങ്ങളിൽ പറയുന്നുണ്ട്, കണ്ടുകൊണ്ട് മാത്രമേ വിശ്വസിക്കാവൂ, കാണാത്തതിനെ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ പ്രസിദ്ധമായ തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല, അനുഭവം കൊണ്ടേ വിശ്വസിക്കാവൂ. അപ്പോൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന, ചുമ്മാ ഇതിൽ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു ജനം ഇന്ത്യക്കാർ, അവരുടെ ഇടയിലേക്ക് തോമസ് ലേ വരികയാണ്. അപ്പോൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളിനെ മാത്രമേ, കണ്ടാൽ മാത്രം വിശ്വസിക്കുന്ന ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് തോമസ് ലേയുടെ ജന്മ സ്വഭാവങ്ങളൊന്നാണ്. അത് അദ്ദേഹം ഇന്ത്യയിലൊന്ന് നടപ്പാക്കുകയാണ്. പുരോഹിതന്മാർ ഇന്ത്യയിലെ വെള്ളം മേപ്പോട്ട് എറിഞ്ഞിട്ട് സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. തോമസ് ലേ പറഞ്ഞു, എൻ്റെ ദൈവം, നിങ്ങൾ എറിയുന്ന വെള്ളമുണ്ടല്ലോ അത് മേളിൽ നിൽക്കും, നിങ്ങൾ കോരിയ സ്ഥലത്ത് ആ കുഴിയും കാണുമെന്ന് പറഞ്ഞു. പുരോഹിതന്മാർ സമ്മതിച്ചില്ല. തോമസ് ലേ അത്ഭുതം കാണിച്ചു കൊടുത്തു. വെള്ളം മേളിൽ നിൽക്കുന്നു, വെള്ളം എടുത്ത സ്ഥലത്ത് ആ കുഴി നിൽക്കുന്നു. അവിടെ ആ അത്ഭുതം കണ്ടപ്പോൾ ആ പുരോഹിതന്മാർ വിശ്വസിച്ചു. ഇത് അത്ഭുതകരമായ ഒന്നാണ്. അത് നമ്പൂതിരിമാരാണെന്ന കഥ ഉണ്ട്. പക്ഷെ നമ്പൂതിരിമാർ 7-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ വന്നിട്ടില്ല. അത് ബുദ്ധമത സന്യാസിമാരാണെന്നാണ്. കാര്യം ഹിന്ദുക്കൾ വെള്ളം കയ്യിലെടുത്തേ പൂജിക്കുകയുള്ളൂ, മേപ്പോട്ട് എറിയാറില്ല. ബുദ്ധമതക്കാർ മാത്രമേ വെള്ളം മേപ്പോട്ട് എറിഞ്ഞ് പൂജിക്കുകയുള്ളൂ. അതുകൊണ്ട് AD 1-ാം നൂറ്റാണ്ടിൽ ബുദ്ധമത പുരോഹിതന്മാരെയാണ് കൺവേർട്ട് എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ കാണിച്ചു കൊടുത്തിട്ട് ഇന്ത്യക്കാർ വിശ്വസിക്കുമോ? അത് കാണിച്ച് കൊടുത്താൽ മാത്രം വിശ്വസിക്കുന്ന തോമസ് ലേയെ ഇന്ത്യയിൽ വന്നത് കാണിച്ച് കൊടുക്കാനായി നിയമിക്കുകയാണ്. അവിടെയാണ് ആദ്യം അപ്പോസ്തലൻ്റെ തോമസ് ലേഹയുടെ വലിയ പ്രത്യേകത. തോമസ് ലേയെ കൈയിട്ടപ്പം അത്ഭുതരുടെ എക്സ്ക്ലെയിം ചെയ്യാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? തോമസ് ലേഹയുടെ വലത്തെ കൈയുടെ ചൂണ്ടുവിരലും രണ്ടാമത്തെ വിരലും ഒന്നിച്ച് ചേർന്നിരിക്കുകയായിരുന്നു. ഒറ്റ വിരലായിട്ടിരിക്കുക. അതായത് നമുക്ക് 5 വിരലുള്ളെങ്കിൽ തോമസ് ലേയ്ക്ക് വലത്തെ കൈയിൽ 4 വിരലേ ഉള്ളൂ. അപ്പോൾ ഈ കൈ അങ്ങോട്ട് ഇട്ടപ്പം തോമസ് ലേയുടെ ചൂണ്ടുവിരലും തൊട്ടടുത്തുള്ള വിരലും രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ആ അത്ഭുതം തോമസ് ലേ കണ്ട് അമ്പരന്ന് പോയി. അതുകൊണ്ടാണ് തോമസ് ലേ എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് വലുതായിട്ട് നിലവിളിച്ചുകൊണ്ട് ആ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇതാണ് 10ാമതായി കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടൽ. 11ാമത്തത് സ്വർഗാരോഹണമാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്നവർ വിശ്വസിക്കണമെങ്കിൽ ശിഷ്യന്മാർ മാത്രം പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? നീ അവരുടെ ശിഷ്യനല്ലേ, നീ അങ്ങനെയൊക്കെ പറയും എന്ന് ജനങ്ങളെ കരുതും. അതുകൊണ്ട് കർത്താവ് ഒരു 500 പേര് നിൽക്കുന്ന ഒരു സദസ്സിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്യാൻ തീരുമാനിച്ചു. അല്ലാതെ പണ്ട് പത്രോസ്ലിയായും യോഹന്നാൻസ്ലിയായും കർത്താവ് മാത്രമുള്ളപ്പം മേഘങ്ങളിൽ ഏലിയ പ്രവചനം മോശയെല്ലാം കൂടെ വന്നപ്പം അത് താഴെ ഒന്നും ചിലർ വിശ്വസിച്ചോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ തൻ്റെ സ്വർഗാരോഹണം ഒരു രഹസ്യം വേണ്ടാന്ന് കർത്താവ് തീരുമാനിച്ചു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? വലിയൊരു ജനക്കൂട്ടം സമ്മേളിക്കുകയാണ്. ആ ജനക്കൂട്ടം നിൽക്കുന്ന മലയുടെ മുകളിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച ശേഷം ആകാശത്തേക്കാക്കും ഉയർന്നു പോയി. 500 പേര് സാക്ഷ്യം പറഞ്ഞാൽ, കോടതിയിലൊരു കൊലക്കേസ് ഉണ്ടായാൽ 3 സാക്ഷ്യം കിട്ടിയാൽ ശിക്ഷിക്കാം ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച്. ഇവിടെ 1-2 അല്ല, 500 പേർക്ക് സാക്ഷ്യം കൊടുത്തിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ആ സ്വർഗാരോഹണം അത്ഭുതാവഹമായ ഒരു രഹസ്യമാണ്. കർത്താവ് മരിച്ചു, സ്വർഗാരോഹണമൊക്കെ ചെയ്തു. ഇനി കർത്താവിനോട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ശിഷ്യന്മാരെ കുറേ ആളുകളെയും കൂട്ടി ജെറുസലേമിൽ നിന്ന് എമ്മാവോസിലോട്ട് പോവുകയാണ്. ജെറുസലേമിൽ നിന്ന് എമ്മാവോസിലോട്ട് 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സംഗതി ഇരുട്ടി. അപ്പോൾ ഒരു വഴിപോക്കൻ അവരുടെ കൂടെ കൂടി വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഗുരു ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു, അദ്ദേഹത്തെ കുരിശിൽ തൂക്കിക്കളഞ്ഞു, അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തങ്ങ് പോയി, എന്ത് ചെയ്യാൻ പറ്റും, വളരെ കഷ്ടമായിപ്പോയെന്ന് പറഞ്ഞു. നടന്ന് 8 കിലോമീറ്റർ യാത്ര ചെയ്ത് എമ്മാവൂസിലെത്തി. ഇനി ഇത്രയും രാത്രിയായില്ലേ, ഞങ്ങളോട് താമസിക്കാമെന്ന് പറഞ്ഞാൽ ഈ വഴിപോക്കനെ അവർ വിളിച്ച് അകത്ത് കയറ്റി കഴിഞ്ഞപ്പം കർത്താവ് അപ്പം വാഴ്ത്തി അത് വിഭജിച്ച് ആ ശിഷ്യന്മാർ കൊടുത്തു. അപ്പം വിഭജിച്ച് ശിഷ്യന്മാർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കർത്താവാണ്. അവർ പറഞ്ഞു, കർത്താവേ എന്ന് വിളിച്ചിട്ട് അവർ കർത്താവിനെ റെക്കഗ്നൈസ് ചെയ്തു. 5 കിലോമീറ്റർ കൂടെ നടന്നിട്ട് ഈ ശിഷ്യന്മാർ കർത്താവിനെ മനസ്സിലായില്ല. എന്തുകൊണ്ട് മനസ്സിലായില്ല? അത് തിയോളജിയിൽ വലിയ എക്സ്പ്ലനേഷനാണ്. 13ാമത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനോടാണ്. കയ്യാപ്പോസിനോടൊപ്പം പഠിച്ചിരുന്ന ആളാണ്.
ടെൻ്റ് നിർമ്മാതാവായിരുന്നു, പക്ഷേ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം ഈ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആകാശത്തു നിന്നൊരു മിന്നലടിച്ച് പൗലോസപ്പോസ്തലൻ താഴെ വീണു. ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തെന്ന് ചോദിക്കുന്നു. പൗലോസപ്പോസ്തലന് മറുപടി പറയാണ്, നീ ആരാണ്? കർത്താവ് പറഞ്ഞു, ഞാൻ നസറായനായ ഈശോ ആണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അങ്ങനെ പൗലോസപ്പോസ്തലന് ദൃശ്യം കൊടുക്കുകയും പൗലോസപ്പോസ്തലൻ അവിടുന്ന് ഒരു ശിഷ്യൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച് അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കൊടുത്ത ദർശനത്തിൽ പൗലോസപ്പോസ്തലൻ സൗളെന്ന ആ ക്രിസ്ത്യൻ പീഡകൻ, പോളെന്ന ആധുനിക സഭയുടെ അടിസ്ഥാന ശിലയിട്ട 27 പുതിയ പുസ്തകങ്ങൾ 13 എഴുതിയ പൗലോസപ്പോസ്തലനായി മാറുകയാണ്. 14 കർത്താവ് വന്നു. അത് പൗലോസപ്പോസ്തലൻ കാഴ്ചയൊന്നുമില്ലാതെ ശിഷ്യൻ്റെ വീട്ടിലിരിക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞപ്പം കർത്താവ് പൗലോസപ്പോസ്തലൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ കണ്ണിന് ഞാൻ കാഴ്ച തരികയാണ്, നീ ഇനി താഴെ പറയുന്നതിലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പൗലോസപ്പോസ്തലൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്ത ശേഷം പൗലോസിനെ ലോകത്തേക്ക് സുവിശേഷ പ്രഘോഷത്തിന് വിടുകയാണ്. ഇതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ 14ാമത്തെ ദർശനം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ 14 ദർശനങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനകത്ത് വളരെ ആഴത്തിലുള്ള ഒരു ദർശനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് സ്വയം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായി താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാം പക്കം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തൻ്റെ ഇഷ്ട ശിഷ്യൻ കസിൻ ബ്രദർ, തൻ്റെ അമ്മയെ നോക്കാൻ പോകുന്ന ശിഷ്യൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 തവണ കർത്താവ് ഉയർത്തതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഉയർത്തതിനെ പറ്റി പുതിയ നിയമത്തിൽ 5 തവണയാണ് കർത്താവ് സാക്ഷീകരിക്കുന്നത്. ഞങ്ങളുടെ പോലീസ് ഭാഷ പറഞ്ഞാൽ സർട്ടിഫൈ ചെയ്യാണ്. ഐ വിൽ റിസറക്റ്റ് എന്ന് 5 തവണ സർട്ടിഫൈ ചെയ്യാണ്. ഉയർത്തുന്നതിൻ്റെ കർത്താവ് നമ്മുടെയൊക്കെ ദർശനത്തിനായി 2ാമൊരു വരവ് വരും. അത് വെളിപാട് പുസ്തകത്തിലാണ്. ആ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പം ഉയർത്തുന്നതിൻ്റെ കർത്താവിനെ ഉൾക്കൊള്ളാനും കർത്താവിൻ്റെ സുവിശേഷ ലോകത്തിൽ ഘോഷിക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.